കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് നമുക്കറിയാം. അങ്ങനെ കൂടുമ്പോൾ ഇമ്പമുള്ള ഒരു കുടുംബത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. കുട്ടു വീരശൈവയുടെ വീട്ടിൽ. കുട്ടു വീരശൈവ നമുക്കൊക്കെ സുപരിചിതനാണ്. നവരാത്രി കാലമായാൽ കുട്ടുവിനെ അന്വേഷിച്ച് ഒരുപാട് കോളുകൾ വരാറുണ്ട്. ഇത്തവണ ഗൊലു ഉണ്ടോ എന്ന് ചോദിച്ച്. ഇത്തവണയും കുട്ടുവിൻ്റെ വീട്ടിൽ ഗൊലു ഉണ്ട്. ഇത്തവണ 7000 പ്രതിമകളാണ് കുട്ടു ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ആ പ്രതിമയുടെ വിശേഷങ്ങളിലേക്ക്. നവരാത്രി കാലത്ത് ദേവി വരാൻ കാത്തിരിക്കുന്ന ഒരു വീടുണ്ട് തിരുവനന്തപുരത്ത്. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ വർഷങ്ങളിലും കർമാന്യൂസ് പ്രേക്ഷകർക്ക് ഞങ്ങൾ പരിചയപ്പെടുത്തിയിരുന്നു കുട്ടു വീരശൈവയും കുട്ടു വീരശൈവയുടെ ബൊമ്മകൊലുവിനെയൊക്കെ. അപ്പോൾ ഇത്തവണയും ഞങ്ങൾ അവിടെ എത്തിയിരിക്കുകയാണ്. നമുക്ക് കുട്ടുവിനോട് ചോദിക്കാം, കുട്ടു, കഴിഞ്ഞ നവരാത്രിക്ക് ശേഷം ഈ നവരാത്രി തുടങ്ങുമ്പോൾ കുട്ടുവിന് എന്താ തോന്നുന്നത് ജീവിതത്തെക്കുറിച്ച്? ഒരുപാട് സന്തോഷം, ഒരുപാട് മാറ്റങ്ങൾ. ഗൊലു വളർന്നതുപോലെ നമ്മുടെ ജീവിതം, എൻ്റെ ജീവിതവും എൻ്റെ ഫാമിലിയുടെ ജീവിതവും ഒക്കെ അതുപോലെ തന്നെ വളർന്നു. അതിൻ്റെ ഐശ്വര്യം ഒക്കെ കൊണ്ട് നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങളാണ് വന്നിട്ടുള്ളത്. ഒരുപാട് എനിക്ക് എൻ്റെ പ്രൊഫഷനും വളർന്നു. എനിക്ക് ഇതിൻ്റെ പൂജാ ഫീൽഡും അലങ്കാര ഫീൽഡായിരുന്നല്ലോ. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് വർക്കും ഒക്കെ കണ്ട് ഈ വീഡിയോസൊക്കെ കൊണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ലൈഫ് തന്നെ ഭയങ്കരമായിട്ട് മാറി. ഇപ്പം നവരാത്രി എന്ന് കേട്ടിരുന്നാൽ എല്ലാവരുടെ മനസ്സിൽ കുട്ടു. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ദേവി പോലും ആദ്യം വരാൻ കാത്തിരിക്കുന്ന വീടാണിത് എന്ന് ഞാൻ പറയും. കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്നതിനേക്കാൾ എനിക്ക് ഒത്തിരിയും ഒരു പോസിറ്റീവ് എനർജി ഇവിടേക്ക് കയറുമ്പോൾ തന്നെ തോന്നുന്നു. ഇത്തവണത്തെ ഗൊലുവിൽ എന്തൊക്കെയാണ് പ്രത്യേകിച്ചുള്ളത്? ഇപ്രാവശ്യം 7400 ബൊമ്മകൾ, 7000 ബൊമ്മകളാണ് ഇപ്പം വെച്ചിട്ടുള്ളത്. എന്നിട്ടും ഒരു 5 ബോക്സ് വെക്കാൻ സ്ഥല പരിമിതി കൊണ്ട് വെക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത്. അങ്ങനെ ഒത്തിരി നമ്മുടെ 9 സെക്ഷനാണ്. കഴിഞ്ഞ പ്രാവശ്യം 5 സെക്ഷനായിരുന്നു. ഇത് 9 സെക്ഷനാണ് ഈ വർഷം ഒരുക്കിയിട്ടുള്ളത്. ഇത്തവണത്തെ ആ പുതിയ ആൾക്കാരെ ഒന്ന് പരിചയപ്പെടുത്താമോ? ഇത് ഈ വർഷത്തെ ഫസ്റ്റ് തീമായിട്ടുള്ള ഗുരുപരമ്പര എന്നുള്ള ഇതാണ്. ശൈവിസം ജെയിൻസ് ആണ്. 64 നായന്മാർകൾ പ്ലസ് തൊണ്ടർകൾ എന്നുള്ള ശൈവിസം അടികളാറാണ് ഇവർ. അതുപോലെ 18 സിദ്ധന്മാർ. നമ്മുടെ ഹൈന്ദവത്തിലൊക്കെ നമ്മുടെ സിദ്ധന്മാരൊക്കെ നമുക്കൊക്കെ വേണ്ടവർക്ക് ആചാര്യന്മാരാണ്, നമ്മുടെ ഗുരുക്കന്മാരാണ്. അപ്പം 18 സിദ്ധർ, ഔവയാറമ്മ, അതുപോലെ തന്നെ തിരുവള്ളുവർ, വേദവ്യാസൻ, അതുപോലെ നമ്മുടെ രാശീസ് 12 രാശിയും അത് നമ്മൾ ഹാൻഡ് മെയ്ഡാണ് അങ്ങനെ ചെയ്തിട്ടുള്ളതെല്ലാം. ഇതൊക്കെ ട്രിവാൻഡ്രത്തും തമിഴ്നാട്ടിൽ വെച്ച് ഫസ്റ്റ് ബൊമ്മയാണ്. ഇത് സ്വന്തമാക്കിയ ആളാണ്. തീർച്ചയായിട്ടും അതിങ്ങനെ എനിക്ക് വേണം എന്നുള്ളതിൽ 1 വർഷത്തൊക്കെ പണിപ്പുരയിലായിരുന്നു ഇത് ചെയ്തെടുക്കാനായിട്ട്. രാശികൾ എവിടെയാണിത്? ഇവിടെ തന്നെയാണ് ചെയ്തത്. ഞാൻ ആദ്യം എൻ്റെ ഒരു അനിയനുണ്ട് ആകാശം, കുറച്ച് ആർട്ടിസ്റ്റാണ്, അവനും പറഞ്ഞു കൊടുത്ത് അങ്ങനെ ചെയ്തതാണ്. നമ്മളെല്ലാ സാധനങ്ങളും ഇവിടെ ഓരോ ഡെക്കറേഷൻ ഐറ്റംസൊക്കെ ഇവിടെ തന്നെ ഇരുന്ന് ചെയ്യണമെന്നാണ് എല്ലാം. അപ്പോൾ അതൊരു ഡെക്കറേഷൻ ടീം തന്നെ നമുക്ക് ഇതിൻ്റെ പുറകിൽ പിന്നണിയിൽ ഒരുപാട് പേരുണ്ട്. എൻ്റെ അനിയന്മാരും കൂട്ടുകാരൊക്കെയാണ് ഇന്ന് ചെയ്യുന്നത് തന്നെ. അതിൽ എൻ്റെ അനിയൻ കിച്ചു, അതുപോലെ ചിക്കു BSSCയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവനും അവിടുത്തെ ജോലിയുടെ ഒക്കെ കഴിഞ്ഞിട്ട് നിന്ന് ചെയ്യണം. നമ്മുടെ ഈ ലൈറ്റിങ്ങിൻ്റെ പരിപാടിയൊക്കെ എൻ്റെ കൂട്ടുകാരനായ സുജിയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ അനിയന്മാരും ഫാമിലിയും ഒക്കെ കൂടിയിട്ട് ഇപ്പോൾ ഒരു പൊതു ഉത്സവം പോലെയാണ് നമ്മുടെ ഈ ശക്തികൃപേര നവരാത്രി.